ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചില ആൾക്കാരുമായിട്ട് ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദമോ പ്രണയമോ ഒക്കെ ഈ സമയം തോന്നും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് അത് നിങ്ങളിലേക്ക് വരുന്നതുമാകാം. അപ്പോൾ ആ ഒരു പ്രണയം ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ വളരെ സന്തോഷത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെപ്പറേറ്റഡൊക്കെ ആയിരുന്ന ആൾക്കാർക്ക് വീണ്ടും ഒരു യൂണിയനൊക്കെ ഉണ്ടായേക്കാം. ഇതിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തരാനുള്ളൊരു മനസ്സ് ആ ഒരു വ്യക്തി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ, അത് ഒരു പക്ഷേ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആകാം. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളിലേക്കൊന്ന് റീകണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒരു റീകൺസിലിയേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ സമയം കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ സഹായിക്കാനായിട്ട് ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ളൊരു കൂടിച്ചേരലായിരിക്കാം. അപ്പോൾ അവരെ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഹെർമിറ്റാണ്. അപ്പോൾ നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. ഇത് ശരിയാണോ, അല്ലെങ്കിൽ അത് ശരിയാണോ, ഞാൻ പോകുന്നത് ആ ഒരു വഴി ശരിയാണോ, അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്ത കുറേ കാര്യങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനുള്ള എല്ലാത്തിൻ്റെയും ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. മാത്രമല്ല മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഇതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ സോളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഈ സമയം കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ശാന്തമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഈ ഒരു സമയം ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ഒരു പ്രകാശമായിട്ടാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഒരു സ്പിരിച്വൽ മെൻറ്ററായിട്ടൊക്കെ മറ്റുള്ളവർ കാണുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസറായിട്ട്
അവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് നിങ്ങൾ തുടർന്ന് ചെയ്യണം എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം ചില ആളുകൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്നുമൊക്കെ തനിയെ മാറിയിരിക്കാനും അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ, നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതായത് മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സമയം കണ്ടെത്തുന്നതുമാകാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സ്പിരിച്വലി സെൽഫായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും ഒക്കെ നല്ലൊരു കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടുമെന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാർ ആണ്. അപ്പോൾ ഇത് ഹീലിംഗിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ്. പക്ഷേ അത് ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം അത് നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ കുറേ ആൾക്കാർക്കും ഇത് ഓൾറെഡി ഹീൽ ആയിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കാം. ഇതിൽ നമ്മളത് പൂർണ്ണമായും ഹീൽ ചെയ്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവരുടെ പാഠം. അപ്പോൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങളെന്നുള്ളതാണ്. കാരണം അത്രയും വലിയ സ്ട്രഗിള് അനുഭവിച്ച് പൊരുതി മുന്നേറി വന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ഒരു സ്റ്റാർ ആയിട്ടാണ് മറ്റുള്ള വ്യക്തികൾ ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ അതിന് നടക്കില്ല എന്നൊക്കെ കരുതി മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഹീലിംഗിൻ്റെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഇവിടെ എൻഡ് ആയി എന്ന് വിശ്വസിക്കുക. പിന്നെ ഇവിടെ ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഇതിൽ സ്റ്റക്കായി നിന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് മൂവ് ആകുന്നു എന്നാണ് കാണുന്നത്. ഇത് നിങ്ങളെ കുറേ കാലം കൊണ്ട് ഇപ്പോൾ ഒരനക്കവും ഇല്ലാതെ പോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കാം. അത് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവാം ഇത് നിങ്ങൾക്കുള്ളൊരു ശിക്ഷയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയല്ല. ഈ ഡിലേ വരുന്ന പല കാര്യങ്ങളും നമുക്കുള്ളൊരു നന്മയാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ അതിൽ ഡിലേ വരാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നല്ല കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഡിലേ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിലേ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ദൈവമായിട്ട് ചില കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത് ചെയ്യണ്ട അല്ലെങ്കിൽ അത് വേണ്ട എന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നല്ല ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ദൈവം വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യത്തിന് ഡിലേ വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ നിങ്ങൾ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ട്രൂത്ത് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെറ്റീരിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നല്ല നല്ല കാര്യങ്ങൾ, അതായത് നല്ലൊരു ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു ഫോൺ മാറ്റി വാങ്ങുകയോ വണ്ടി വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അത്തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം അത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കാര്യം. അതിപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ധാരാളിത്തമായി മാറാതിരിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്ത് സന്തോഷിക്കാമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ഡിസിഷൻ ഈ ഒരു സമയം
നിങ്ങൾ എടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പല ആൾക്കാർക്കും നിങ്ങളുടെ കൈകളിലൂടെ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം എത്ര വലിയ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നാൽ പോലും ഇതിൽ കുറച്ചധികം ആൾക്കാർ അത് വളരെ കൂളായിട്ട് കാണാൻ ശ്രമിക്കും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യത്തിന് ഒരു റിവാർഡ് ഈ സമയം കിട്ടുന്നു എന്നും കാണുന്നുണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലായാൽ പോലും നിങ്ങൾ പറഞ്ഞാൽ അതിൽ യാതൊരു വിലയും തരാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു പവർ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ പോലും നിങ്ങൾ പറയുന്നത് ഈ ഒരു സമയം അനുസരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും ഈ സമയം നിങ്ങൾക്കൊരു വിൽ പവർ ഉള്ളൊരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ പവർ നിങ്ങളിവിടെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയൊരു പേഴ്സൺ ആണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പ്രൗഢിയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതായത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം അത് നിങ്ങളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായിരിക്കണം എന്നാണ് പാസ്റ്റിൽ ആഗ്രഹിച്ചത്, ആ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു സമയം നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ള തിരിച്ചറിവ് അത് നിങ്ങൾക്ക് വരും. നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം മതി എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് ആകുലപ്പെടാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റും നമ്മളെ ആകുലപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ചിന്തകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് മെഡിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിച്ചവർ, നിങ്ങളുടെ ചിന്തകൾക്ക് ആ ഒരു തരത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ ഒരു തരത്തിൽ നിന്നും ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നമ്മളായിട്ട് തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ലൈഫും കരിയറും തമ്മിൽ ഒരു ബാലൻസ് ഒക്കെ കൊണ്ടുവരാൻ ഇവിടെ ശ്രമിക്കണം എന്നാണ്. പലപ്പോഴും നിങ്ങൾക്ക് പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ കരിയറിലുള്ള ഇഷ്യൂസ് ചിലപ്പോൾ അത് വീട്ടിൽ കാണിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അത് നമ്മളെ മനസ്സിലാക്കാത്ത പാർട്ട്ണറോ പാരൻസോ ഒക്കെ ആണെങ്കിൽ നമ്മളാകെ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ സമയം നമ്മുടെ ആ ഒരു കരിയറിലെ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ വീട്ടിൽ കാണിക്കാതിരിക്കുക. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ ടെമ്പറൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളിൽ ബാലൻസ് വരുന്ന ഒരു സമയമാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്കൊരു ഗിഫ്റ്റ് പോലെ വരുന്നുണ്ട്. നിങ്ങളുടെ ആത്മീയ വളർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ ശരിക്കും ഡിവൈൻ ബ്ലെസ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അത് പുറത്തുനിന്നും ആരും തരുന്നതല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഇതിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ആ ഒരു പോസിറ്റിവിറ്റിയിൽ മാത്രം നിൽക്കാനും പാടില്ല, എന്നാൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചതിൽ ആ ഒരു ഓർമ്മകളിൽ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ ഇരിക്കാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവിടെ ശ്രമിക്കണം എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഈ ഒരു സമയം കുറേ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്
ഫിനാൻഷ്യലായിട്ടുള്ള അവസരങ്ങളാകാം, സ്പിരിച്വലായിട്ടുള്ള അവസരങ്ങളാകാം. അപ്പോൾ ഇതിൽ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ തുടക്കങ്ങളാകാം. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം കിട്ടുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപ്രസ് ആണ്. ഇതിൽ പുതിയ എന്തോ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവാം. ഒന്നുകിൽ ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിലും ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് സഫലീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനുള്ള സമയമാണെന്നുള്ളതാണ്. അതിനുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ദൈവം തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കില്ലുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യത്തിലേക്ക് ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു പുതിയ സൃഷ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന എനർജിയാണ്. നിങ്ങളുടേതായിട്ടുള്ള അത് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ഒരു പുതിയ സൃഷ്ടി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഇത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും, അവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നും എന്നുള്ളതാണ്. നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ അടുക്കൽ ഇരിക്കാനും ഒക്കെ ചില ആളുകൾ ഇവിടെ ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി നിങ്ങളിവിടെ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധമുണ്ട്. പക്ഷേ നിങ്ങളത് ഓവറായിട്ട് അതിൽ എക്സ്പ്രസീവ് ആകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ എക്സ്പ്രഷൻ കുറച്ച് കുറവായിരിക്കും നിങ്ങൾക്ക്, പക്ഷേ ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളിൽ നിന്ന് ആളുകൾ ഗൈഡൻസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മറ്റുള്ളവർ കാണും. അങ്ങനത്തെ ഒരു എനർജി ഈ സമയം കാണുന്നുണ്ട്. അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. മാത്രമല്ല മറ്റുള്ള ആളുകൾ എന്തു പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നൊരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വരും. ഇതെൻ്റെ കർമ്മയാണ്, അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ശാന്തമായിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. അതായത് പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം നിങ്ങൾക്ക് ശാന്തമായിട്ടിരിക്കാനൊക്കെ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരുമായിട്ട് ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ അവരുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ, അതായത് ഈഗോ ക്ലാഷ് അങ്ങനെയൊക്കെ ഉണ്ടാവാം. അത് ഒന്നുകിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അങ്ങനെയുള്ളൊരു വഴക്ക്, പിണക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളത് വലിയ കാര്യമാക്കി എടുക്കേണ്ട എന്നുള്ളതാണ്. ഇതൊരു നെഗറ്റീവാക്കി നിങ്ങൾ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്തോ ഒരു കാര്യം നിങ്ങളെ പരീക്ഷിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കെതിരെ ആര് വന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ആര് തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ പോലും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ബ്രേവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വലിയ തടസ്സങ്ങൾ എന്ത് വന്നാലും അതൊക്കെ നിങ്ങളെക്കൊണ്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അത്തരത്തിലൊരു എനർജിയിലാണ് ഈ സമയം നിങ്ങളെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങൾ കുറച്ച് സമ്പാദിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. ഒരുപാട് ചിലവാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. പൈസ എല്ലാ സമയവും നമ്മളിലേക്ക് വരണം എന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പൈസ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതൊരു വലിയ കാര്യമാണ്. നമ്മൾ നന്നായിട്ടല്ല ആ ഒരു പൈസ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ വിട്ടു പോകും.
അപ്പോൾ ഇവിടെ കുറേയധികം ആളുകളും പൈസ സേവ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ പൈസ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു സഹായത്തിന് വന്നാൽ നിങ്ങൾക്കുള്ളതനുസരിച്ച് അവരെ ഒന്ന് സഹായിക്കുക. കാരണം ഈ ഒരു പൈസ നിങ്ങളിലൂടെ അവരിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളിലൂടെ അവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നമ്മളിലൂടെ മറ്റാർക്കെങ്കിലും ഒന്ന് രക്ഷപ്പെടേണ്ട സാഹചര്യം ഉണ്ടായാൽ അവരെ കൂടി ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ സഹകരിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. 3 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജി ഉണ്ട്. ഇവിടെ നിങ്ങൾ സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കാര്യം, ക്രിയേറ്റീവായിട്ടുള്ള കാര്യം, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങളും സപ്പോർട്ടും ഒക്കെ അവർ നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറേയധികം ആളുകൾ ഈ ഒരു സമയം വരുമെന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വലിയ കാര്യം അത് വീഴുന്നുണ്ട്, അതിന് നിങ്ങൾ സാക്ഷിയാകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ പുച്ഛത്തോടെ കാണുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഒരു പതനമായിരിക്കാം. ഇതിൽ ഒരു നഷ്ടമാണ്, പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ വളരെ കൂളായിട്ട് കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇതെന്നുള്ളതാണ്. മറ്റാർക്കോ എന്തോ സംഭവിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. ചിലപ്പോൾ ചില ആൾക്കാരുടെ ഈഗോ തകർന്നു പോകുന്നത് നിങ്ങൾ കണ്ടു നിൽക്കേണ്ടി വരുന്നതുമാകാം. അപ്പോൾ ഇത് നിങ്ങളെ ബാധിക്കാത്ത ഒരു തകർച്ച, അത് നിങ്ങൾ വളരെ കൂളായിട്ട് കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആയി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. ഇതിൽ മുന്നോട്ട് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ്. ഇതിൽ കുറേ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. മാത്രമല്ല ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്ന എന്നുള്ളതിൻ്റെ കുറേ സിഗ്നലുകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ ബിസിനസ്സിൽ കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയ സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും വളരെ സന്തോഷമാണ്. ഫാമിലിയുമായി ചേർന്ന് സന്തോഷിക്കുവാനുള്ളൊരു സമയമാണ്. പലരും ഇപ്പോൾ വിദേശത്തായിരുന്ന ആൾക്കാർ നാട്ടിലോട്ട് വന്ന് ഫാമിലിയുമായിട്ട് ഒരുമിച്ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ വളരെ സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയും ഒത്ത് നിങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിക്കുകയും അത്തരത്തിൽ ഫാമിലിയോടൊപ്പം ഒരുപാട് സമയം നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സും അതുപോലെ 4 ഓഫ് സോഡ്സുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും രാത്രിയിൽ പോലും നിങ്ങൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒന്ന് നന്നായിട്ട് ഉറങ്ങണം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ശരീരം ഇവിടെ റെസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സോള് അത് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സോളാണ്. ശരിക്കും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ പുറത്തുള്ള സിറ്റുവേഷൻസ് ഒന്നും നോക്കേണ്ടതില്ല. പോസിറ്റീവായിട്ടിരിക്കാൻ തന്നെ ശ്രമിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക, പ്രാണായാമം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക.
അപ്പോൾ ഇതിൽ കുറേ ആളുകൾക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികൾ ആരാണെങ്കിൽ പോലും നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം നമ്മളോട് വന്ന് പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. മറ്റു പ്രലോഭനങ്ങളിൽ ഈ ഒരു സമയം പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ദൃഢമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.